ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു 1 പോട്ട് ചിക്കൻ ആൻഡ് റൈസ് റെസിപ്പിയാണ്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓയിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇടുന്നുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ പട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതായതുകൊണ്ട് ഞാൻ എടുത്തതന്നേ ഉള്ളൂ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, തക്കാളി എല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ഗരം മസാല, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിയില, പിന്നെ കുറച്ച് തൈര്, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിനെ നമ്മൾ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഇവിടെ ചിക്കൻ പീസസൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ്, 2 കപ്പ് ബസ്മതി റൈസ് കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് കുതിർത്തി വെച്ചതാണ്. അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 3.5 കപ്പ് വെള്ളമാണ്, ചൂട് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ വെന്ത് വരുന്ന സമയത്തുള്ള വെള്ളം കൂടി ഉള്ളതുകൊണ്ട് 3.5 കപ്പ് വെള്ളം മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ അബ്സോർബായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്, പക്ഷേ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ദമ്മിലിടുന്ന പോലെ വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.